സാറിന് എന്താ പ്രാന്താണ്? കുറെ നേരായാലും ഈ പ്രതിനെ ലാളിച്ച് പുന്നാരിക്കണത്. എടാ ഇവൻ വെറും പ്രതിയല്ല, സ്ത്രീ പീഡന കേസിലെ മുഖ്യ പ്രതിയാ. പിന്നെ രണ്ട് കൈയില്ലാത്ത ഇവനെങ്ങനെയാണ് സ്ത്രീയെ പീഡിപ്പിക്കണത്? നിന്നോടാരാ പറഞ്ഞ പീഡിപ്പിക്കാൻ കൈ വേണമെന്ന്? കഴിക്കൂട്ടാ, കുറച്ചുകൂടെ കഴിക്കുക, മൂത്തല്ലേ കഴിക്കണം. സാറെന്തിനാണ് ഇവിടെ വീണ്ടും കൊഞ്ചിക്കണത്? എടാ ഇവനെ നാളെ കോടതിയിൽ ഹാജരാക്കേണ്ടതാ. ഇവനെന്തെങ്കിലും പോറല് പറ്റിയാലേ ഞാൻ നാളെ അകത്താ. നീ പത്രമൊന്നും വായിക്കാറില്ലേ? നീ എന്താടാ കണിക്കണേ? മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ. നിർത്തടാ മുത്തേ പൊന്നെ പാടാനെ. ഇത് ആക്ഷൻ ഹീറോ ബിജു അല്ല, പടം വേറെയാ. പടോ അല്ല, ശേഷം വേറെയാന്ന്. സാർ എത്തിയോ? വന്നാട്ടെ വന്നാട്ടെ. ആരാ സാറേ? എടാ അത് നമ്മുടെ സ്ഥലം MLA. പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കളവ് പോയി. MLA ഭാര്യ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ട്. നിനക്കറിയോ ഈ MLA അടുത്ത മന്ത്രിസഭാ വികസനത്തിനൊരു മന്ത്രിയാ. ഈ കേസ് തെളിയിച്ച എനിക്കൊരു പ്രമോഷൻ ഉറപ്പാ. സാറേ ദേ MLA ഭാര്യ എത്തി. ആ വെറും MLA അല്ല, അടുത്ത മന്ത്രി. നിനക്ക് വല്ല ശ്രദ്ധ ഉണ്ടോടി? നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? എനിക്ക് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ പോലെ ഒരെണ്ണത്തിന് ഞാൻ കെട്ടില്ലായിരുന്നല്ലോ. സ്റ്റേഷനായി പോയി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങൾ. സാറേ നമസ്കാരമുണ്ട്. എന്താ സാറേ പ്രശ്നം? എന്റെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു സാറേ. കല്യാണത്തിന് മുമ്പോ ശേഷോ? നീ ഇങ്ങനെ ഡബിൾ മീനിങ് പറഞ്ഞോണ്ടിരിക്കാതെ കാര്യം പറ. ഇങ്ങോട്ട് മാറിക്ക. അതെ, എന്റെ ഭാര്യയുടെ കുറച്ച് സംഭവങ്ങൾ കളഞ്ഞുപോയി. സാറും ഇങ്ങനെ ഡബിൾ മീനിങ് പറയാതെ കാര്യം പറ. എന്താ നഷ്ടപ്പെട്ടത്? നീ പറ. അത് ഈ സ്വർണം. സ്വർണം എന്ന് പറയുമ്പോ? സ്വർണം എന്ന് പറയുമ്പോ സ്വർണം. എന്ത് സ്വർണം? ഗോൾഡ്. അതാണല്ലോ സ്വർണം. സർ ഈ മാല പോലത്തെ ഒരു സാധനം. മാല? മാലയാണ്, പക്ഷെ കഴുത്തിലല്ല ഇടുന്നത്. പിടികിട്ടി, പാദസരം. പാദസരമാണ്, പക്ഷെ കാലിലിടാൻ പറ്റാത്ത ടൈപ്പ്. കിലിങ്ങയില്ല. ഏകദേശം ഇവിടെ ആയിട്ട്. മോതിരം. സാറേ ഇത് അരഞ്ഞാണോ? അറിഞ്ഞാണോ മേഡം? അതെ സർ. MLA ഭാര്യയുടെ അറിഞ്ഞാണോ? ഇതൊന്ന് കണ്ടുപിടിച്ച് തരണം. മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന്റെ കാര്യം ഞാൻ ഏറ്റു. അതിന് പ്രത്യേകം പറയണോ സാറേ? ഞാൻ കണ്ടുപിടിച്ച് തരും. സാറിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയമല്ല, ഉറപ്പാ. എന്റെ വീട്ടിലെ ഡ്രൈവർ ഗോവിന്ദൻ, അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്താണെന്ന് മാത്രം അവനോട് പറഞ്ഞിട്ടില്ല. ചന്ദ്രൻ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തത്ത പറയുന്ന പോലെ അവൻ പറയും. ആഹാ, അവനെ വിളിച്ചോണ്ടോടാ. സാറേ എന്റെ പേര് SI ചന്ദ്രൻ എന്നാണെങ്കിൽ അവനെ ഞാൻ തൊണ്ടി സഹിതം പൊക്കിയിരിക്കും. സാറേ ഇത് 11 മണിക്ക് കഴിക്കേണ്ട ഗുളിയ. ദാ കൊച്ചമ്മ, ദാ വെള്ളം. സാറേ ഇത് കോങ്ങാറ്റ ശിവക്ഷേത്രത്തിലെ പ്രസാദമാണ്. ശംഭോ മഹാദേവ. ചന്ദ്ര, ഇതൊക്കെ ഇവന്റെ നമ്പരാ. നിന്റെ ഒരു പ്രസാദം അങ്ങോട്ട് മാറിക്കടാ. എന്താ സാറേ പ്രസാദം ഇഷ്ടമില്ലേ? എന്നെ വിളിപ്പിച്ചെന്തിനാന്നറിയോ? ഇല്ല സാർ. നിന്റെ കൊച്ചമ്മയുടെ അരഞ്ഞാണം മോഷണം പോയി. എന്തിനാ പോകുന്നേ? ഞങ്ങൾ ഒരു വീട്ടിൽ കഴിയുന്നവരല്ലേ സാറ്? ഒരു വാക്ക് അവർക്ക് എന്നോട് പറയാറുന്നില്ലേ? ഒരു അന്യന്റെ ആണോ ഇതൊക്കെ ഞാൻ അറിയേണ്ടത്? അന്യനല്ലടാ തെണ്ടി ചന്ദ്രൻ. ഒരു മിനിറ്റ് സാർ. പക്ഷെ നമ്മുടെ ആ പിരി പിരി ഡിസൈനുള്ള 8 കണ്ണികളുള്ള എൻഡില് ഡയമണ്ട് കുടപ്പനുള്ള ആ അരഞ്ഞാണാണോ മോഷണം പോയത്? അത് തന്നെ. ഡയമണ്ട് കൊടപ്പനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നെങ്കിൽ ഇവൻ തന്നെയാ. എങ്ങനെയാടാ 8 കണ്ണിയും കൊടപ്പനും ഒക്കെ നീ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്? സാറേ എന്നെ തെറ്റിദ്ധരിക്കരുത്. അന്ന് ഈ അരഞ്ഞാണം വാങ്ങാൻ പോകാൻ നേരത്ത് ഞാൻ സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇല്ലേ സാറേ? കണ്ട, അന്ന് 15 പവന്റെ ഒരെണ്ണം വാങ്ങാന്ന് പറഞ്ഞപ്പോ സാറാ പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഈ 10 പവന്റെ ഈ അരഞ്ഞാണം മതി, ഇല്ലേ സാർ? ഇല്ലേ സാർ? കണ്ട, അത് ശരി. 15 പവൻ എന്ന് പറഞ്ഞിട്ട് 10 പവൻ തന്നെ എന്നെ പറ്റിക്കുവായിരുന്നല്ലേ ദുഷ്ട. മാഡം എപ്പോഴാണ് നിങ്ങളുടെ അരഞ്ഞാണം പോയത്? ഒന്നോർത്ത് നോക്ക്. എവിടെയെങ്കിലും ഊരി വെച്ചതാണോ? ഊരി വെച്ചതല്ല, ഞാൻ കിടക്കയിൽ എണീറ്റ് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ അത് കാണുന്നില്ല. സാറേ ഒരു സംശയം. ഇത് ഊരി വെക്കാത്ത സ്ഥിതിക്ക് സോപ്പിന്റെ വഴിക്കല്ല് താഴെ വീണ് ഓടയിൽ ഒലിച്ചു പോയതാ. ആണെങ്കിൽ നിന്നെ കൊണ്ട് ഞാനത് എടുപ്പിക്കും. മാഡം എത്ര മണിക്കാ കുളിക്കാൻ പോയത്? ചന്ദ്ര, കുളി ഇതുമായിട്ട് എന്താ ബന്ധം? തെളിവെടുക്കണമല്ലോ സാറേ. മാഡം അപ്പൊ പറയും. ഒരു 10 മണിയായി കാണും. 10 മണിക്ക് നീ എവിടെയായിരുന്നടാ? 10 മണി. 10 മണിക്കല്ലേ സാർ കാറിന്റെ ഡിക്കി തുറന്ന് 2 കോടി രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? ബാറുകളെല്ലാം തുറന്നു കൊടുത്തതിന് കൈക്കൂലിയായിട്ട് മുതലാളിമാർ കൊണ്ടുവന്നില്ലേ ആ എമൗണ്ട്? സാറേ ചന്ദ്ര ചുമ്മാ, ഇതൊന്നും കറക്റ്റ് അല്ല. കറക്റ്റ് അല്ലാത്തോണ്ടല്ലേ നോട്ടിന്റെ മെഷീൻ വെച്ച് സാർ വീണ്ടും എണ്ണി നോക്കിയത്. അപ്പൊ നോട്ടെണ്ണുന്ന മെഷീനും ഉണ്ടോ? 2 എണ്ണം. ഒരെണ്ണം പഴയതാ ഇല്ലേ സാർ? നോട്ട് അടിക്കുന്ന മെഷീൻ അടുത്ത ആഴ്ച വരും. ചുമ്മാ, അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. സാറിന് ഓർമ്മ കാണില്ല. സാധാരണ 4 എണ്ണം അല്ലേ സാർ അടിക്കുന്നത്? അന്ന് 6 എണ്ണം അടിച്ചു. അത് സ്വന്തമായിട്ട് വാറ്റിയ സാധനം. വാറ്റുണ്ടോ? നമ്മുടെ ഗോഡൌണിലിട്ട് സാറ് തന്നെയല്ലേ വാറ്റുന്നത്. സാറിന്റെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഫ്രണ്ട്സിന് വിൽക്കും. അപ്പൊ നിങ്ങൾ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളും എന്നെ പറ്റിക്കുവായിരുന്നല്ലേ? അവന് തലപ്രാന്താടി, നീ എന്നെ വിശ്വസിക്കരുത്.
അല്ല, അവനെ വിശ്വസിക്കരുത്. എന്തിനാടാ നീ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? എന്റെ കുടി അരഞ്ഞാണുമായിട്ട് എന്താ ബന്ധം? മര്യാദയ്ക്ക് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്ക്. ഓക്കെ മാഡം, കുളിക്കാൻ കയറിയപ്പോ 10 മണി. കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എത്ര മണിയായി കാണും? ഒരു 11:30 ആയി കാണും. ശ്ശോ, ഒരു 1.5 കുളിയായി പോയി. സോറി സാർ. 11:30 മണിക്ക് നീ എവിടെയായിരുന്നടാ? സോറി സാർ, കൊച്ചമ്മയും സാറിനെയും തമ്മിലടുപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയില്ല. എന്ത് കാര്യം? ഇല്ല സാറേ, കൊന്നാലും ഞാൻ പറയില്ല. പറയടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ആ സമയത്ത് ഞാൻ ഡിഗ്ലൂനെ കൊണ്ട് കളയാൻ പോയി. ആരടാ ഈ ഡിഗ്ലു? കൊച്ചമ്മ സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന പട്ടിക്കുട്ടി. അതിനെ കൊണ്ടുപോയി കളയാൻ സാറ് പറഞ്ഞു. എന്തിന്? സാറിന് കിട്ടേണ്ട സ്നേഹം മുഴുവൻ കൊച്ചമ്മ പട്ടിക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ ഡിഗ്ലു പുറപ്പെട്ടു പോയതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കളഞ്ഞതാണല്ലേ. എന്നാലും ഗോവിന്ദ, നിനക്കെങ്കിലും എന്നോട് ഇതൊന്ന് തുറന്നു പറയാറുന്നടാ. ഇല്ല കൊച്ചമ്മ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയില്ല. അങ്ങനെയാണെങ്കിൽ കൊച്ചമ്മയുടെ മറ്റേ കാര്യം എനിക്ക് സാറിന്റെ അടുത്ത് പറഞ്ഞൂടെ? മറ്റേ കാര്യം? എന്ത് മറ്റേ കാര്യം? പറയടാ. ഇല്ല സാറേ, എന്നെ കൊന്നാലും ഞാനത് പറയൂല. പറയടാ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഒരു ദിവസം സാറിന്റെ അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണ് നടുവടിഞ്ഞില്ലേ? അമ്മയെ വീഴ്ത്താൻ സ്റ്റെപ്പിൽ എണ്ണ ഒഴിച്ചത് കൊച്ചമ്മയാ. ഇല്ലേ കൊച്ചമ്മ? അത് നിനക്ക് എങ്ങനെ അറിയാം? ഞാനല്ലേ എണ്ണ വാങ്ങിച്ചോണ്ട് കൊടുത്തത്, അതിന്റെ കാശ് പോലും തന്നിട്ടില്ല. എടി, നീ എന്റെ അമ്മയെ കൊല്ലാൻ നോക്കിയല്ലേ? ഏയ്, കൊല്ലാൻ നോക്കിയതാന്നല്ല, വേറൊരു ദിവസമായിരുന്നു. ആഹാരത്തിൽ വിഷം ചേർത്തു. അതൊന്ന് സാറന്ന് വയറിളക്കം പിടിച്ച് 6 ദിവസം ആശുപത്രി കിടന്നില്ലേ? അത് ഈ ആഹാരം കഴിച്ചിട്ടാ. എടി, വിഷം തന്ന് നീ എന്നെ എന്റെ അമ്മയൊക്കെ കൊല്ലാൻ നോക്കിയല്ലേ? ഓ, നിങ്ങൾ ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. ഞാൻ എന്ത് ചെയ്തെന്നാ? ഒന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഇത് സ്റ്റേഷനാണ്, തല്ലുപിടിക്കാൻ നിയമസഭയല്ല. ഇവര് തല്ലുപിടിക്കുക സാറേ. ഇവരുടെ ഇടയിലെ പ്രശ്നം സോൾവ് ആക്കാൻ ഇവർക്കൊരു കുട്ടിയില്ല. ഓഹോ, അപ്പൊ സാറിന് കുട്ടികളില്ലേ? ഇല്ല, സാറിന്റെ കുഴപ്പം കൊണ്ടാ കുട്ടികൾ ഉണ്ടാവാത്തത്. പക്ഷെ കൊച്ചമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊച്ചമ്മയുടെ കുഴപ്പം കൊണ്ടാ. ആഹാ, അത് ശരി. ചുമ്മാ. ഒരു ദിവസം കൊച്ചമ്മ ഇരുന്ന് ഛർദ്ദിക്കുന്ന കണ്ടപ്പോ ഞാൻ ടെൻഷൻ അടിച്ചു പോയി. എന്റെ ഭാര്യ ഛർദ്ദിച്ചതിന് നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നേ? സാറിന് കുട്ടികളുണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ ടെൻഷൻ അടിക്കണ്ടേ? അപ്പൊ ടെൻഷൻ കാണും. പിന്നെ നിന്റെ ടെൻഷൻ എങ്ങനെ മാറി? സംഭവം ദഹനക്കേടായിരുന്നു, ചക്കപ്പുഴുക്ക് കഴിച്ചെന്റെ. ചന്ദ്ര, ചക്കപ്പുഴുക്കിന്റെ കാര്യം വിട്, അരഞ്ഞാണത്തിന്റെ കാര്യം ചോദിക്ക്. ആ, നീ ഡബ്ല്യൂനെ കൊണ്ട് കളഞ്ഞിട്ട് എത്ര മണിക്കാടാ വീട്ടിൽ തിരിച്ചെത്തിയേ? ഡബ്ല്യു അല്ല സാറേ, ഡിഗ്ലു. ആ, അവനെയും കൊണ്ട് വിട്ടിട്ട് എപ്പോഴാ തിരിച്ചു വന്നേ? വെളുപ്പിന് 4 മണിയായി സാറേ. ഞാൻ വീട്ടിൽ വന്നപ്പോ ജോലിക്കാരി ജാനകിയുടെ മുറിയിൽ ഒരു വെളിച്ച 4 മണിക്കാ. എന്നിട്ട് നോക്കിയപ്പോ വേർത്ത് കുളിച്ച് സാർ ജാനുവിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. വേർത്ത് വിളിച്ചാ? ആ, ജാനുവിന്റെ മുറിയിൽ AC ഇല്ലല്ലോ. സാർ എന്തിനാ അങ്ങോട്ട് പോയ? ഇതേ ചോദ്യം ഞാൻ സാറിന്റെ അടുത്തും ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു ജാനുവിന് ഒരു 5000 രൂപ കടം കൊടുക്കാൻ പോയതാണെന്ന്. വെളുപ്പം കാലത്താ? സാറിന് സഹായിക്കാൻ തോന്നിയാ പിന്നെ നേരവും കാലമൊന്നും ഇല്ല, ഇല്ലേ സാറേ? പാവം ജാനു കണ്ണ് നിറഞ്ഞ് കൈകൂപ്പി പറയാ, ഒരു കാരണവശാലും 5000 രൂപ തന്നത് കൊച്ചമ്മ അറിയരുതേന്ന്. ഞാൻ ഇതുവരെ കൊച്ചമ്മയോട് പറഞ്ഞിട്ടില്ല, ഇല്ലേ കൊച്ചമ്മ? അപ്പൊ നിങ്ങൾ എന്നെ വഞ്ചിക്കുവായിരുന്നല്ലേ? എടി, ഇവൻ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. നിനക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ വീട്ടിലെ CC ക്യാമറ ഉണ്ടല്ലോ, അതെടുത്ത് നോക്ക്. ഞാൻ നോക്കും. അതിന് ജാനുവിന്റെ മുറിയിൽ CC ക്യാമറ ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. സാറേ, ഇത് കണ്ട സാർ ഇറങ്ങി വരുന്ന നിൽക്കുന്നതാണ് ജാനു. കണ്ട, ഇത് അന്ന് 5000 രൂപ, ഇത് 10000 രൂപ ദിവസം എടുത്ത്. കണ്ട, ഒരു ദിവസം 25000 രൂപ കൊടുത്തിട്ടുണ്ട്. കണ്ട, ഇനി സാറ് മൂന്നാറിൽ വെച്ച് സഹായിച്ചത്. അയ്യോ, അത് വേറെ മെമ്മറി കാർഡില്ല. അത് കയ്യിലില്ലേ? ഇല്ല. നിങ്ങളെ ഞാനിന്ന് കൊല്ലും. എടി, ഇത് അവന്റെ കള്ളത്തരം മറയ്ക്കാൻ അവന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. നീ ഇങ്ങോട്ട് വന്നേ. എടി, അവനിങ്ങനെ കിടന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ ഞാൻ നീ നാറി പുഴുക്കും. പിന്നെ ജനങ്ങൾ അറിയും എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടില്ല. പ്ലീസ്, നമുക്കൊരു കോംപ്രമൈസ്. എന്ത്? പിന്നെ ഇവളുടെ ഒരു കാര്യം എന്താ മറവിയാടി നിനക്ക്? ഞാനങ്ങ് മറന്നുപോയോ? പിന്നല്ലാതെ. അയ്യോ, കിട്ടേ, ഈ സാധനമുണ്ട്. ഇവളുടെ അരഞ്ഞാണേ മോഷണം പോയതല്ല, പിന്നെ അത് ഇവളുടെ അരയിൽ തന്നെ ഉണ്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ സാറേ, ഒന്ന് തപ്പി നോക്കണം സാറേ. തപ്പാ, മേഡം ഒന്ന് വന്നേ. അയ്യോ വേണ്ട, ഞാനിപ്പൊ തപ്പി നോക്കിയതേ ഉള്ളൂ. 2 എണ്ണം ഉണ്ട് അല്ലേടി? അതെ അതെ. ഇവൾക്ക് പണ്ടേ ഈ മറവിയുള്ളതാ. ഇടയ്ക്ക് എന്നെ എവിടെയെങ്കിലും ഒക്കെ മറന്നു വെച്ചിട്ട് പോകും അല്ലേ? അപ്പൊ ചന്ദ്ര സാറേ, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഈ കേസ് പിൻവലിച്ചു. എനിക്ക് ഒരു പരാതിയുമില്ല. ബൈ, സോറി. പോട്ടെ പൊന്നെ. ഒരു മിനിറ്റ് സാർ, അപ്പൊ സാറിന് പരാതി ഇല്ലല്ലോ? ഇല്ല. കൊച്ചമ്മയ്ക്ക് പരാതി ഇല്ലല്ലോ? പണ്ടേ ഇല്ലല്ലോ. സാറിനും കൊച്ചമ്മയ്ക്കും പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് സാറേ, ഈ അറിഞ്ഞാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാലോ.